ഇന്ന് ലോകം വികസിച്ച ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ ക്രൂരന്മാരായി ജീവിക്കുന്നു. അവരുടെ സ്വഭാവത്തിൽ ക്രൂരതയുണ്ട്, നന്മയുണ്ട്, എല്ലാം ജന്മന മനുഷ്യൻ്റെ സ്വഭാവമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യൻ ഒരറിവില്ലായിരുന്ന കാലത്ത് ക്രൂരന്മാരായിരുന്നു. അവരെ നിയന്ത്രിക്കാൻ വേണ്ടി മതങ്ങളുണ്ടാക്കുകയും മതങ്ങളിൽ കൂടി നിയമങ്ങളുണ്ടാക്കുകയും ചെയ്തു. അതും ക്രൂരമായ നിയമങ്ങൾ, കർശനമായ നിയമങ്ങൾ. മനുഷ്യൻ്റെ പവർ, ശക്തി, കൂട്ടായിട്ടുള്ള ശക്തി കൊണ്ട് ആ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നു. കഴുത്ത് വെട്ടിക്കൊല്ലുക, നിസ്സാര കാര്യങ്ങൾക്ക് പോലും. ഇന്ന് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ വക്കീലന്മാരെ വച്ച് എന്തെല്ലാം വിസ്താരം നടത്തിയാണ് ഒരാൾ കുറ്റക്കാരനല്ല അല്ലെ കുറ്റക്കാരനാണോ തീരുമാനിക്കുന്നത്. അത് അനേകം വർഷങ്ങളെടുത്താണ് അതിൻ്റെ ശരിയായ അന്വേഷണം നടത്തി, ശാസ്ത്രീയ അന്വേഷണം നടത്തി ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലായാലും മിക്ക ലോക ജനാധിപത്യ രാജ്യങ്ങളിലും നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷേ അന്ന് അങ്ങനെയല്ല. ഇന്ന് തന്നെ കുറ്റം കണ്ടുപിടിക്കുന്നു, കുറ്റക്കാരനായി വിധിക്കുന്നു, നാളെ തന്നെ തലവെട്ടിക്കൊല്ലുന്നു, കഴുത്തറുത്ത് കൊല്ലുന്നു, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. അത്തരത്തിലൊരു നിയമം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലവിലിരുന്നു. അത് മതങ്ങൾ കൂടിയായിരുന്നു കൂടുതലും നടപ്പിലാക്കിയിരുന്നത്. മതങ്ങളാണ് ആ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് നമുക്കതെല്ലാം മാറേണ്ട സമയം കഴിഞ്ഞു. ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും വികസനമുണ്ടായി. ഇപ്പോൾ തന്നെ ഇറാൻ എടുക്കുക. അവിടുത്തെ ഭരണ സംവിധാനം ഒഴിവാക്കാൻ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അവർ സമരം ചെയ്യുന്നു. അനേകം പല ചാനലുകളിൽ കൂടി നമ്മൾ കേൾക്കുന്നത്, അല്ലാതെ നമുക്കറിയാൻ പറ്റില്ലല്ലോ. എനിക്കറിയാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ ചാനലിൽ കൂടി കേൾക്കുന്നതാണ്. പല ചാനലുകളും പല വിധത്തിൽ പറഞ്ഞു. 5000 പേരെ കൊന്നു എന്നൊക്കെ ഒരു ചാനൽ പറയുമ്പോൾ വേറൊരു ചാനൽ 7000 പറയും, ചില ചാനൽ 500 പറയും, 1000 പറയും. എന്തായിക്കോട്ടെ. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ അവിടെ കൊന്നു തള്ളി. അവിടുത്തെ ഭരണകൂടത്തിനെതിരെ, മതഭരണത്തിനെതിരെ, ഞങ്ങൾക്ക് മതഭരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ജനങ്ങളെ കൊന്നു തള്ളി. അപ്പോൾ അതിന് അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം തയ്യാറായി. ലോകത്ത് അതേപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന രാജ്യങ്ങളെ എതിർക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. ഞാൻ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. മറ്റൊരു രാജ്യവും അതിന് തയ്യാറായി വരുന്നില്ല. അങ്ങനെ ഒരു രാജ്യം തയ്യാറായി വരികയാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കും. ചോദ്യം ചെയ്യാൻ ഒരു രാജ്യത്ത് നടക്കുന്ന അഴിമതിയെ, ഒരു രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ നിയമങ്ങൾക്കെതിരെ, മനുഷ്യത്വത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിനെ ചോദ്യം ചെയ്യാൻ ലോകത്ത് ഒരു രാജ്യം വേണം. റഷ്യ ആയാലും കൊള്ളാം, അമേരിക്ക ആയാലും കൊള്ളാം. അത് ഇന്ത്യ ആണെങ്കിൽ അതും നല്ലത്. പാകിസ്ഥാനായാലും നമുക്ക് വിരോധമില്ല. ഏത് രാജ്യമായാലും ഏതെങ്കിലും ഒരു രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യം ചോദ്യം ചെയ്യണം. അവിടെ നമ്മൾ നോക്കേണ്ട മതമല്ല, രാഷ്ട്രീയമല്ല, ന്യായം, നീതി.
നടപ്പിലാക്കണം. അമേരിക്ക ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി, അവരെന്താണ് അവരുടെ ലക്ഷ്യമായിക്കോട്ടെ, എന്നാലും അവരുടെ ജനങ്ങളെ സഹായിക്കാമെന്നൊരു വാക്ക് അമേരിക്ക പറഞ്ഞു. അത് ഞാൻ പറയുന്ന ന്യൂസിൽ കേട്ടു. എന്നാൽ മറ്റൊരു രാജ്യം പറയുന്നത് കേട്ടിട്ടില്ല. അവർ സൈഡ് പിടിക്കാനാണ് പോകുന്നത്. മറ്റൊരു രാജ്യം ഒരു മതഭരണം നടക്കുന്ന രാജ്യം അവരെന്തും ചെയ്യും. പണ്ട് ഒരു ദിവസം കൊണ്ട് വിസ്താരം ചെയ്ത് അന്ന് തന്നെ കൊല്ലുന്ന ഒരു രീതിയിരുന്നു. ഇന്ന് നമുക്ക് ജനാധിപത്യത്തിൽ അനേകം വർഷങ്ങൾ വിസ്തരിച്ച് രണ്ട് സൈഡിലും വക്കീലന്മാരിൽ നിന്ന് എല്ലാ വശങ്ങളും ചിന്തിച്ച് ശാസ്ത്രീയ അന്വേഷണം നടത്തിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതഭരണം നടത്തുന്നവർ എന്തും ചെയ്യും. അവരന്ന് തന്നെ ശിക്ഷിക്കും. ആലോചനയില്ലാതെ അണുവായുധം എടുത്ത് ഉപയോഗിക്കും. ഒരു ജനാധിപത്യ രാജ്യത്ത് അണുവായുധം ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നിടത്തൊരു കരാറുമുണ്ട്. അപ്പോൾ ലോകരാജ്യങ്ങൾ കരാറിൽ ഒപ്പിടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കരുത്. അത് മറ്റൊരു രാജ്യമായിരുന്നെങ്കിൽ നമുക്ക് ആ രാജ്യത്തെ വെച്ച് സംസാരിക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ ആരാണോ ന്യായം ചെയ്യുന്നത്, നല്ല പ്രവൃത്തി ചെയ്യുന്നത്, അവരോട് കൂടി നിൽക്കുക. ഒരു മതഭരണ രാജ്യം അണുവായുധം ഉണ്ടാക്കിയാൽ തീർച്ചയായും അവർ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ, ചിന്തയില്ലാതെ, ഒരു ജനകീയ കമ്മിറ്റി കൂടി ആലോചനയില്ലാതെ അവരതെടുത്ത് ഉപയോഗിക്കും. അപ്പോൾ അമേരിക്ക അതിനെ എതിർക്കുന്നുവെങ്കിൽ അത് നമുക്ക് വേണ്ടിയും കൂടി എന്ന് ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായമായിരിക്കും. നിങ്ങളൊരു പക്ഷേ മതപരമായി ചിന്തിക്കുന്നുണ്ടാവും, സൈഡ് പിടിക്കുന്നുണ്ടാവും. ഞാനങ്ങനല്ല. ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. ഇത് അംഗീകരിക്കാവുന്നവർ മാത്രം അംഗീകരിക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക, ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ശരി ചിന്തിക്കുക. ഇല്ല ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഉപേക്ഷിച്ച് കളയുക. ഒരു ജനാധിപത്യം ആണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടപ്പാക്കി കൊടുക്കേണ്ട മറ്റു രാജ്യക്കാരുടെ അവകാശമാണ്, കടമയാണ്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനായി ജീവിച്ചിട്ട് എന്താ കാര്യം? ചിന്തിക്കുക. ഞാൻ ചിന്തിക്കുന്നത് ശരിയാവണമെന്നില്ല. എൻ്റെ എന്തായിരിക്കില്ല നിങ്ങളുടെ ചിന്ത. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോയിൽ കുറച്ചും കൂടി വിശദമായി ലോകരാജ്യങ്ങളുമായിട്ട് തട്ടിച്ച് സംസാരിച്ച് വരാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞു. ബായ്.